സ്റ്റേഷൻ ലഹങ്ക ബാംഗ്ലൂർ. അവിടെ എയ്റോ ഇന്ത്യ 2025 എയർ ഷോ ഉണ്ടായിരുന്നു. അതിലത്തെ കുറച്ച് ഷോ എല്ലാം നമുക്ക് കാണാം. ഇത് അവിടെ കുറേ പ്ലെയിനും ഹെലികോപ്റ്ററിലും നിരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ടോ, ഇതിനെല്ലാം ഓരോ പേരുകളും ഉണ്ട്. ആ കാണിക്കുന്നതാണ് MiG-29K. അടുത്തൊരെണ്ണം കാണാം Sea-King 428. അങ്ങനെ എല്ലാ പ്ലെയിനിനും ഹെലികോപ്റ്ററിനും ഓരോ പേരുകളുണ്ട്. ഇവിടെ ഈ കാണുമ്പോഴാണ് ഇത്രയും പേരുകളൊക്കെ ഈ പ്ലെയിനിനും ഹെലികോപ്റ്ററിനെല്ലാം ഉണ്ടോ എന്നുള്ളതിൻ്റെ കാര്യം അറിയുന്നത്. നമ്മളെ പ്ലെയിനും ഹെലികോപ്റ്റർ എന്ന് പറയുന്നല്ലാതെ പേരുകളൊന്നും അറിയില്ലായിരുന്നു. ഇനിയിപ്പോൾ അവിടെ ഒരു എയറോബറ്റിക് ഷോ ആണ് അവിടെ നടക്കുന്നത്. സൂര്യകിരണിൻ്റെയാണത്. സൂര്യകിരണാണ് ആ റെഡ് കളർ പ്ലെയിൻ കാണുന്നത്. എന്ത് രസമായിട്ടാണ് ചെയ്യുന്നത് കണ്ട് ലൈനായിട്ട് പോകുന്നു. അപ്പോൾ ഇതായി വീണ്ടും അവിടെ ഒരു ഹെലികോപ്റ്റർ നിൽക്കുന്നത് കാണാം. പേരറിയില്ല, നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. അത് കണ്ടെടുത്തതാണത്. കണ്ടോ ആ ഒരെണ്ണം. അങ്ങനെ ഇത് വീണ്ടും സൂര്യകിരണിൻ്റെ പരിപാടി തന്നെയാണ്. അത് 9 എണ്ണം ലൈനായിട്ട് വരുന്നു. നോക്കി ഇത് രസമായിട്ടാണ് താഴോട്ട് ലൈൻ ഒപ്പം വരുന്നുണ്ട്. കണ്ടോ, എല്ലാം നല്ല നൈസായിട്ടുണ്ട് കാണാൻ. ഇനി അടുത്ത് വീണ്ടും കാണാം നമുക്ക് സൂര്യകിരണിൻ്റെ പരിപാടി തന്നെയാണ്. ഇതാ ഇതും സൂര്യകിരൺ ചെയ്യുന്ന പരിപാടി തന്നെയാണ്. ഇത് രണ്ട് പ്ലെയിനുകൾ തമ്മിൽ ആക്ഷേപപ്പെടുന്നതാണ്. കണ്ടോ, ഇത് പതുക്കെ ഇങ്ങനെ വന്ന് എന്ത് രസമായിട്ടാണ്. എത്ര കാലം പ്രാക്ടീസ് ചെയ്തതായിരിക്കുന്നത്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാണാൻ എല്ലാം നല്ല നൈസായിട്ടുണ്ട് കാണാൻ. കണ്ടോ, ഇതിപ്പോൾ ഹാർട്ട് ഷേപ്പായത് രണ്ടെണ്ണം തമ്മിൽ. പിന്നെ നമ്മൾ അടുത്ത് കാണാൻ പോകുന്നതാണ് ഒരു ഫോറിൻ കൺട്രിയുടെ പ്ലെയിനാണ്. ഇത് ഹൈറ്റിൽ എന്ത് ഉയരത്തിലാണ് പോകുന്നത്. ഇനി അത് വീണ്ടും താഴോട്ട് പതിയെ വരുന്നത് കണ്ടോ. ഇതൊരു ഫോറിൻ കൺട്രിയുടെയാണ്, ഇത് മാത്രം അറിയാം. ഇനി നമുക്ക് ഈ കാണിക്കുന്നതാണ് ഡോർണിയ. ഇത് രസമല്ല പേര് കേൾക്കാൻ തന്നെ, ഡോർണിയ. നല്ല നീറ്റായി വെച്ചിട്ടുണ്ട് ഓരോ പ്ലെയിനുകളും. ഇനി നമ്മൾ അടുത്തത് തേജസ്. അതിലും നല്ല രസമുള്ള പേര് തേജസ്. അവിടെയാണ് അടുത്ത ഷോ. അതോടുകൂടി ഇതാണ് തേജസ്. ഇതോടുകൂടി കഴിഞ്ഞു. അപ്പോൾ ബൈ.